എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം മിസ് ഇതാ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ടിഷ്യൂസ് എന്ന ചാപ്റ്റർ വെയിറ്റേജ് വെച്ചിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് അടിപൊളിയായിട്ട് പഠിച്ചു. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുമ്പോൾ മനസ്സിലാകും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നമ്മുടെ ആനിമൽ ടിഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ട് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പോവാണ്. അപ്പോൾ എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അത് മുന്നേ നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ അനുസരിച്ച് അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി വേണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാൻ. അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും. ഇൻഡസ്റ്റൈൻ അബ്സോർബ് ഡ്യൂ ടു ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡ്യൂ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ്. വാട്ട് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? അല്ലേ, ഏത് എപ്പിത്തീലിയമാണ് ഡൈജസ്റ്റഡ് ഫുഡ് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും. നോക്കുക, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്, റൈറ്റ് 3 മേജർ ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ, വേർ ഡു ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇസ് ലൊക്കേറ്റഡ് ഇൻ അവർ ബോഡി, സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ആർ സീൻ ഇൻ. ഇങ്ങനെ 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഏരിയ ആണെന്ത്, നമ്മുടെ ആനിമൽ ടിഷ്യൂസിൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ നേരെ നമ്മുടെ നീച്ച ബാച്ചിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് തന്നെ പഠിക്കാം. ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഓരോന്നും എക്സാം നടത്തി മൊഡ്യൂൾ എക്സാമിലൂടെ എല്ലാം കട്ടായിട്ട് ക്ലിയർ ആകും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആനിമൽ ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂസിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ആനിമൽസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ മൾട്ടി സെല്ലുലാർ ആൻഡ് ഓർഗൻ സിസ്റ്റം ബേസ്ഡ് ബോഡിയാണ്. അതുമാത്രമല്ല നമ്മൾ ലോക്കോമോറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഹൈ എനർജി ലെവൽ നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കുള്ള ടിഷ്യൂസും അതിൻ്റേതായ ഫങ്ഷൻസും ഡിഫറെൻ്റ് ആണ്. സോ ഹൗ ഡു ബോഡി പാർട്സ് മൂവ്? എങ്ങനെയാണ് ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നത്? ഫോർ ദ മൂവ്മെൻറ്റ് വി ഹാവ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് മസിൽ സെൽസ്. അല്ലേ, നമ്മുടെ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് മസിൽ സെൽസ് ഉണ്ട്. ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദിസ് റിസൾട്ട്സ് ഇൻ മൂവ്മെൻറ്റ്. ഈ മസിൽ സെൽസ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കവർ ചെയ്യാനും നമുക്ക് എന്തുണ്ട്, സ്കിന്നുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. അതല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ബോഡി ഹെൽപ്പ് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസ്, ബ്ലഡുകൾ, കാര്യങ്ങൾ, ബോണൊക്കെ അതല്ലാതെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ഉണ്ട്. ഇനി ഇതല്ലാതെ തന്നെ നമുക്കറിയാം പല രീതിയിൽ നമ്മുടെ ബോഡി എവിടെയൊക്കെ വരുന്നോ, ഏത് ഭാഗത്ത്, ബ്രെയിനിലാണെങ്കിൽ നെർവസ് ടിഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ ഓരോ സ്പെസിഫിക് ഫങ്ഷൻസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടിഷ്യൂസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആനിമൽ ടിഷ്യൂസിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂ. നമ്മൾ പ്ലാന്റ് ടിഷ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അവർ ചെയ്യുന്ന ഫങ്ഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. അതിലൊന്നാമത്തേതാണെന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, രണ്ടാമത്തേത് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തേത് മസ്കുലാർ ടിഷ്യൂ ആൻഡ് നാലാമത്തേത് നെർവസ് ടിഷ്യൂ. ദീസ് ആർ ദി 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ്. ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ ടിഷ്യൂസ് നിങ്ങൾ കാണും. ബേസിക്കലി നമ്മൾ പറയുക ഈ ഒരു ആനിമൽ ടിഷ്യൂസ് ആണ്. അപ്പം എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, മസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, നെർവസ് ടിഷ്യൂസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ നമുക്കറിയാം മേജർ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെ കവർ ചെയ്യുക. ഇനി സ്പെസിഫിക് ഓർഗൻസ് ആണെങ്കിൽ ആ ഓർഗൻസിനെ കവർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ കവറിങ് ഓഫ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഇൻ ദ ആനിമൽ ബോഡി ഈസ് കോൾഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മുടെ ബോഡിയിൽ ഈ ഒരു കവർ ചെയ്യാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉള്ളത്. ഇറ്റ് കവേഴ്സ് മോസ്റ്റ് ഓർഗൻസ് ആൻഡ് കാവിറ്റീസ് വിത്തിൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിനെയും കാവിറ്റീസിനെയും കവർ ചെയ്യുക എന്നുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ മേജർ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഫോംസ് എ ബാരിയർ ടു കീപ് ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റം സെപ്പറേറ്റ്. അതുമാത്രമല്ല, ഓരോ ഓർഗൻസിനെയും ഓർഗൻ സിസ്റ്റത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്താനും ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ they have only a small amount of cementing material between them and almost no intercellular spaces. ഇവർ ഒരു സിമെൻറ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഇൻ്റർസെല്ലുലാർ സ്പേസസ് അല്ല, ഈ എന്താണ്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സിമെൻറ്റിക് മെറ്റീരിയലാണ് ഇവർ തമ്മിലുള്ളത്. നോ ഇൻ്റർസെല്ലുലാർ സ്പേസ്. അത്രയും പാക്ഡ് ആയിട്ടാണ് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുക. ഒബ്വിയസ്ലി എനിത്തിങ് എൻറ്ററിങ് ഓർ ലീവിങ് ദ ബോഡി മസ്റ്റ് ക്രോസ് അറ്റ്ലീസ്റ്റ് 1 ലെയർ ഓഫ് എപ്പിത്തീലിയം. എപ്പോഴും എന്തെങ്കിലും ഒന്ന് സെല്ലിലേക്ക് എത്തണമെങ്കിലും ഈ ഒരു എപ്പിത്തീലിയൽ ലെയർ കവർ ചെയ്തിട്ടാണ് അകത്തേക്ക് കിടക്കുക. അതിപ്പോൾ ബോഡീൻ്റെ ഉള്ളിലേക്കാണ് ഓരോ ഓർഗൻ്റെ ഉള്ളിലേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ദെൻ
As a result, the permeability of the cells of various epithelia play an important role in regulating exchange of materials within the body and external environment also between different parts of the body. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ പല ടിഷ്യൂസ് ഓർഗൻസ് തമ്മിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കയറണമെങ്കിലാണെങ്കിലും എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിന് ഒരു മെയിൻ റോള് തന്നെയുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മൾ കാണുന്നത് എവിടെയൊക്കെയാണ്? സ്കിന്നിൽ, മൗത്തിൻ്റെ ലൈനിങ്, നമ്മുടെ മൗത്തിനുള്ളിൽ സ്മൂത്ത് ആയിട്ട് കാണുന്ന ഭാഗം, ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്ങിൽ കാണാം. ആൻഡ് ലങ് ആൽവിയോളി, കിഡ്നി ട്യൂബ്യൂൾസിലും അതുപോലെ ലങ് ആൽവിയോളയിലും നമ്മൾ എന്ത് കാണുന്നുണ്ട്? എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മൾ കാണുന്നുണ്ട്. Epithelial tissues are tightly packed and forms a continuous sheath. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർസെല്ലുലാർ സ്പേസസ് കുറവാണ്, അവരിങ്ങനെ ടൈറ്റ്ലി പാക്ക് ചെയ്ത് അടുത്തടുത്ത് സിമെൻറ്റിങ് മെറ്റീരിയൽ പോലെയാണ് ഇരിക്കുന്നത്. സോ ദേ ആർ ടൈറ്റ്ലി പാക്ഡ്. ഇനി പല ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. അതിലൊന്നാമത്തെ നമുക്ക് നോക്കാം, സിമ്പിൾ സ്ക്വീമസ് എപ്പിത്തീലിയം. എന്താണ് സിമ്പിൾ സ്ക്വീമസ് എപ്പിത്തീലിയം? സിമ്പിൾ ഫ്ലാറ്റ് കൈൻഡ് എപ്പിത്തീലിയം കോൾഡ് സിമ്പിൾ സ്ക്വീമസ് എപ്പിത്തീലിയം ഇൻ ദ സെൽസ് ലൈനിങ് ബ്ലഡ് വെസൽസ് ഓർ ലങ് ആൽവിയോളി. എവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇത്? ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ്, ലങ് ആൽവിയോളയിൽ കാണാം. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഒക്കോസ് ത്രൂ സെലക്റ്റീവ്ലി പെർമിയബിൾ സർഫസ്. അപ്പോൾ ഇവരെന്താണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്, ഓരോന്നിനെയും സെലക്ട് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ കാണുന്നു? ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്ങിലും ലങ് ആൽവിയോളയിലൊക്കെ നമ്മൾ കാണുന്നത് സിമ്പിൾ സ്ക്വീമസ് എപ്പിത്തീലിയമാണ്. അപ്പോൾ വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്, അതും ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത്തേതാണെന്ത്? സ്ട്രാറ്റിഫൈഡ് സ്കീമസ് എപ്പിത്തീലിയം. അതിൽ നിങ്ങൾ സ്ട്രാറ്റിഫിയേഷൻ അല്ലെങ്കിൽ സ്ട്രയേഷൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് ലെയേഴ്സ് കാണാം. സോ അറേഞ്ച് ഇൻ പാറ്റേൺസ് ഓഫ് ലെയേഴ്സ് ഈസ് കോൾഡ് സ്ട്രാറ്റിഫൈഡ് സ്കീമസ് എപ്പിത്തീലിയം. ഇതാണ് നമ്മുടെ സ്കിന്നിൽ കാണുക. അപ്പം സ്കിന്നിൽ കാണുന്ന എപ്പിത്തീലിയം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ വരും. സ്ട്രാറ്റിഫൈഡ് സ്ക്വീമസ് എപ്പിത്തീലിയം ആണ് എന്ന് ഓർത്ത് വെക്കാം. തേർഡ് വൺ, സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം. നമ്മളിപ്പോൾ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടു. സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എവിടെ കാണുന്നു? എവിടെയാണ്? ഇന്നർ ലൈനിങ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. കാരണം എന്താണ്? അതിന് സീലിയാസ് ഉണ്ട്, മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സീലിയാസ് ഉണ്ട്. ആൻഡ് ദെയർ മൂവ്മെൻറ്റ് പുഷസ് ദ മ്യൂക്കസ് ഫോർവേഡ് ടു ക്ലിയർ ഇറ്റ് ഈസ് കോൾഡ് സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം. ആ സീലി ഉള്ളത് കൊണ്ട് അതിലുള്ളിലുള്ള ഫുഡിനെ മൂവ് ചെയ്ത് കൊടുക്കാൻ ആര് സഹായിക്കുന്നു? ഈ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം. അതുകൊണ്ടാണ് ഇത് എവിടെ കാണുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ ലൈനിങ്ങിൽ കാണുന്നത്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് സീലിയാസ് കാണാം. അപ്പോൾ ഫുഡിന് എന്ത് ചെയ്യുന്നു? ഇവർക്ക് ഇതുപോലെ അങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കാൻ ഒരു മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവരെ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. നമ്മുടെ ക്യൂബ് ഓർത്താൽ മതി. ക്യൂബ് ഷേപ്ഡ് സെൽസ് ഫോംസ് എ ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് ഡക്ട് സലൈവറി ഗ്ലാൻഡ് ഫോർ പ്രൊവൈഡിങ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഇവർക്കൊരു മെക്കാനിക്കൽ സപ്പോർട്ടിൻ്റെ ഫംഗ്ഷനും കൂടിയുണ്ട്. അപ്പം കിഡ്നി ട്യൂബ്യൂൾസിലും അതുപോലെ നമ്മുടെ സലൈവറി ഗ്ലാൻഡിലും കാണുന്ന എപ്പിത്തീലിയം ഏതാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ക്യൂബ് ഷേപ്പ് ഓർത്താൽ മതി. അപ്പോൾ അവരുടെ ഷേപ്പും അതുപോലെ തന്നെയാണ്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ് അവസാനത്തേത്. സംടൈംസ് എ പോർഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഫോൾഡ് ഇൻവേർഡ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഈസ് ഫോംഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അതായത് ചില എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഉള്ളിലേക്ക് ഇൻവേർഡ് ആയിട്ട് ഫോൾഡ് ചെയ്ത് നിന്നിട്ട് അതൊരു മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഗ്ലാൻഡായി മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പം നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആയിക്കോട്ടെ മറ്റ് ഗ്ലാൻഡുകളിലൊക്കെ നമ്മൾ കാണുന്ന ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ്. അപ്പോൾ ഓരോ ടിഷ്യൂസും അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ റോൾ എന്താണോ അതിനനുസരിച്ചാണ് അവരുടെ സ്ട്രക്ചറും മേഡപ്പ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ഡ്യൂ ടു ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം റെസ്പോൺസിബിൾ ഫോർ ദ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ പറഞ്ഞു കോളംനാർ എപ്പിത്തീലിയമാണ് ഡൈജസ്റ്റിൻ്റെ ഫുഡ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ, അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ സ്ക്വീമസ് എപ്പിത്തീലിയം ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഉണ്ട്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ട്, അതുപോലെ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്, ലാസ്റ്റ് നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം കണ്ടു. റൈറ്റ്, 3 മേജർ ഫങ്ഷൻസ്. എപ്പിത്തീലിയൻ്റെ മേജർ എന്താണ്? ഒന്ന് കവറിങ്, പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണ്? മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സെക്രീഷൻസ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇറ്റ് സെപ്പറേറ്റ്സ്, ഓർഗൻ സിസ്റ്റത്തെ സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ സെലക്റ്റീവ് പെർമിയബിൾ ആയിട്ട് ഓരോന്നിനെ എന്തിനെ സെലക്ട് ചെയ്യണം എന്നും കൂടെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേർഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇസ് ലൊക്കേറ്റഡ് ഇൻ അവർ ബോഡി. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? കിഡ്നി ട്യൂബ്യൂളിലും ഡക്ട് അല്ലെങ്കിൽ ഗ്ലാൻഡിലുമാണ് കാണുന്നത് നമ്മൾ പറഞ്ഞു. സലൈവറി ഗ്ലാൻഡിൽ കാണുന്നു എന്ന് പറഞ്ഞു. സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എവിടെയാണെന്ന് പറഞ്ഞു? നമ്മുടെ ഇൻറ്റസ്റ്റൈൽ വോളിൽ നമ്മൾ കാണുന്ന മൂവ്മെൻറ്റ്, ഫുഡിനെ മൂവ് ചെയ്ത് സഹായിക്കുന്നു, എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടൻറ്റ്
PYQs ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാർക്ക് ചെയ്ത് വെക്കുക. എക്സാമ്പിൾസ് വെച്ച് ഒരു നോട്ട്സ്, ചെറിയ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ ടിഷ്യൂസ് ഫ്ലോ ചാർട്ട് വരയ്ക്കുക, അതിൻ്റെ ഓരോ എക്സാമ്പിൾസും പഠിക്കുക. സോ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.